Hey guys, welcome back to Encyclopedia. ധുരന്തർ written and directed by ആദിത്യ ധർ. എജ്ജാതി സിനിമയാണ്. ഞാൻ 2 ദിവസം മുന്നേ നമ്മുടെ തിയേറ്ററിൽ പോയിട്ട് ധുരന്തർ കണ്ടിട്ടാണ് വരുന്നത്. കിടിലൻ എക്സ്പീരിയൻസ്, കിടിലൻ പടം. ഇതിന് നെഗറ്റീവും കുറച്ച് നെഗറ്റീവും എന്നാൽ കുറച്ചധികം കൂടുതൽ മിക്സഡ് റിവ്യൂസും വരുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് എനിക്ക് അറിയത്തേ ഇല്ല. ഞാൻ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് സിനിമക്ക് പോയതും. ഞാൻ കുറച്ച് എക്സ്പെക്റ്റേഷൻ കുറച്ചു. കാരണം ടീസറും ട്രെയിലറും സോങ്സും പ്രൊമോഷൻ മെറ്റീരിയൽസും ഒക്കെ അത്യാവശ്യം ഹെവി ഒരു ഹൈപ്പ് എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു മിക്സഡ് റിവ്യൂസ് കണ്ടിട്ട് ഞാൻ ഹൈപ്പ് കുറച്ചിട്ടാണ് പോയത്. എനിക്ക് എത്രത്തോളം ഹൈപ്പ് ഈ പ്രൊമോഷണൽ മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ടായിരുന്നോ അതിൻ്റെ മേലെയുള്ള റിസൾട്ടാണ് പടം എനിക്ക് തന്നത്. വാട്ട് എ ബ്ലാസ്റ്റ് മാൻ. ആദിത്യ ധർ കുക്ക്ഡ് അഗെയിൻ. സോ ആദിത്യ ധർ ഇസ് ദ ഡയറക്ടർ ഓഫ് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. സോ വീണ്ടും അതേപോലെ ഒരു ഇന്തോ പാക് വാർ അല്ലെങ്കിൽ ഇന്തോ പാക് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ടെററിസ്റ്റ് പരിപാടികളൊക്കെ തമ്മിൽ അങ്ങനെയുള്ളൊരു ജോൺറയിൽ കുറച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമ, ഒരു ബാങ്ങർ സിനിമയായിട്ടാണ് ആദിത്യ ധർ ഇത്തവണയും വന്നിരിക്കുന്നത്. വാട്ട് എ ഫിലിം. 3.5 ഹവേഴ്സാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. 3 മണിക്കൂറും 35 മിനിറ്റുമാണ് സിനിമേൻ്റെ ഡ്യൂറേഷൻ. ആ ഒരു സെക്കൻഡ് പോലും ഈ ഒരു ഇത്രയും ലോങ് ഒരു ഡ്യൂറേഷനിൽ നിങ്ങളെ ബോറടിപ്പിക്കാതെ, ലാഗ് അടിപ്പിക്കാതെ, നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണടിപ്പിക്കാണ്ട് നേരെ തിരിച്ച് നിങ്ങളെ ഒരേ സമയത്ത് എൻഗേജിങ്, എൻ്റർടൈൻഡ് ആൻഡ് ത്രിൽഡ് ആക്കി, അതിനൊപ്പം തന്നെ അഡ്രിനലി പമ്പഡ് ആക്കിയിട്ട് 3.5 അവർ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ചോദിക്കുന്ന രീതിയിൽ ഒരു സാധനം ഇറക്കുക എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ടാസ്ക്. ആൻഡ് ആദിത്യ ധർ ആൻഡ് ടീം ഹാസ് പുൾഡ് ഇറ്റ് ഓഫ് വെരി വെരി ഈസിലി. എജ്ജാതി സാധനം. സിനിമേൻ്റെ കഥ പോകുന്നത് ചാപ്റ്റർ വൈസ് ആണ്. നമ്മളെ സിസു സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, മറ്റേ നോർവീജിയൻ ഒരു സിനിമ. അതിലൊക്കെ ഉണ്ട് ഓരോ ചാപ്റ്റർ ആയിട്ടാണ് ഇവൻറ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ ചാപ്റ്റർ ആയിട്ടാണ് ഇതിൽ നടക്കുന്നത്. ഒരു 5-6 ചാപ്റ്ററൊക്കെയാണ് ടോട്ടലുള്ള. അതിൽ 6 നമ്മൾ ഓരോ ചാപ്റ്റർ വരുമ്പോഴാണ് ഒരു ചാപ്റ്റർ കഴിഞ്ഞെന്നുള്ളത് ഓർമ്മ തന്നെ വരും. എന്നാൽ അത്രയും പെട്ടെന്ന് ഒരു 6 ചാപ്റ്ററൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പടം കഴിഞ്ഞ് ഒരു പ്രൊജക്ടർ ഓഫാക്കി കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര പെട്ടെന്ന് 3.5 മണിക്കൂർ കഴിഞ്ഞു. ഈ ഒരു അറ്റൻഷൻ സ്പാനൊക്കെ വളരെ കുറവുള്ള സമയത്തും, അതുപോലെ 2 മണിക്കൂറിൻ്റെ സിനിമകളും 8 മണിക്കൂറിൻ്റെ സിനിമകളുടെ ഫീല് തരുന്നൊരു കാലത്തും 3.5 അവറിൻ്റെ സിനിമ ഇത്ര പെട്ടെന്ന് തീർന്നോ എന്നൊക്കെ നമ്മളെ കൊണ്ട് ചോദിക്കുന്ന രീതിയിൽ ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ടാസ്ക്. ആൻഡ് ഇത് ഇത്രയും കേക്ക് വാക്കായിട്ട് എടുക്കാൻ നമ്മുടെ ആദിത്യ ധറിന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കയ്യടി അയാൾക്ക് കൊടുത്തേ പറ്റൂ. പിന്നെ നമുക്കിതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള എല്ലാവരും ഉറ്റുനോക്കിയൊരു സംഭവമാണ് ഇതിൻ്റെ കാസ്റ്റ്. അക്ഷയ് ഖന്ന, രൺവീർ സിംഗ് ആണ് മെയിൻ. പിന്നെ ആർ മാധവൻ, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത്, അങ്ങനെ വലിയ ഒരു മെയിൻ കാസ്റ്റ് ഉണ്ട്. അതിനൊപ്പം തന്നെ സൈഡ് ക്യാരക്ടേഴ്സും അത്യാവശ്യം നല്ല സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. സാറ അർജുൻ, അതുപോലെ നമ്മുടെ രൺബീർ കപൂറിൻ്റെ റോക്കറ്റ് മാൻ സെയിൽസ്മാൻ ഓഫ് ദ ഇയർ സിനിമയിൽ പുള്ളിക്കാരനെ മെൻറ്റർ ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, നിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള. നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളെ മനസ്സിലുണ്ടാവും. പുള്ളിക്കാരൻ ഇതിൽ റോൾ ചെയ്യുന്നുണ്ട്. അതും അത്യാവശ്യം കിടിലൻ റോൾ തന്നെയാണ്. ബാഡാസ് ആയിട്ട് തന്നെയാണ് അതും കാണിച്ചത്. സോ ഒരു മാൻലി കാസ്റ്റും മാൻലിയസ്റ്റ് ഫിലിം ഓഫ് ദ ഇയർ, ഒരു സെക്സി സ്റ്റൈൽ തന്നെയാണ് പടത്തിന് കൊടുത്തത്. നമുക്ക് കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ രൺവീർ സിംഗ് ആണ് മെയിൻ നായകൻ. പക്ഷെ ഇപ്പം എനിക്ക് ഇയാളെ പേര് പറയാണ്ട് തുടങ്ങാൻ പറ്റില്ല. അക്ഷയ് ഖന്ന, ദ ഷോ സ്റ്റീലർ ആസ് റഹ്മാൻ ഡെക്കേറ്റ്. ദിസ് ഈസ് അക്ഷയ് ഖന്നാസ് ഫിലിം, അക്ഷയ് ഖന്നാസ് ധുരന്തർ എന്ന് പറയാം. എജ്ജാതി സാധനമാണ് ഇയാളെ പെർഫോമൻസ്, ഇയാളെ ഓറ ഫാർമിങ്, ഇയാളെ സ്ക്രീൻ പ്രസൻസ്, കരിസ്മ, എക്സ്പ്രഷൻ, ആക്ടിങ് എല്ലാം പീക്ക് ലെവൽ. റഹ്മാൻ ഡെക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് എത്രത്തോളം ഭീകരതയിലും അതിൻ്റെ ഒരു ഇതിൽ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ഇയാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ട് ആൻ ആക്ടിങ്, വാട്ട് ആൻ ആക്ടർ, പുള്ളിക്കാരൻ്റെ ഫേസ് തന്നെ അങ്ങനത്തെ ഒരു ഫേസാണ്, ഒരു യുണീക്ക് ഫേസാണ്. അറ്റ് ദ സെയിം ടൈം ഇത് അയാൾ സാഡാണോ അല്ലെങ്കിൽ ഹാപ്പി ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സെക്സി ഫേസാണ്. നമ്മുടെ വോക്കിൻ ഫീനിക്സ് ഒക്കെ ഹോളിവുഡിലില്ല, അതുപോലൊരു മുതലാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ അക്ഷയ് ഖന്ന. സോ ഗ്ലാഡ് ഹീ ഈസ് ഗെറ്റിംഗ് ടു ഹിസ് പൊട്ടൻഷ്യൽ നൗ ഡേയ്സ്. ഈ കൊല്ലം തന്നെ വന്ന ചാവയിലും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ആസ് ഓറംഗസേബ്. പക്ഷേ ഇത് വേറെ ലീഗാണ്. സിനിമയിൽ ഇത്രയും വലിയ കാസ്റ്റുകൾ ഉണ്ടായാലും അവരൊക്കെ 10 മടി മേലെ ഇയാൾ നിൽക്കുന്നുണ്ട്. ആൻഡ് ഹീറോ ഓഫ് ദ മാച്ച് അല്ലെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് ഓർ ദ ഷോ സ്റ്റീലർ ആൻഡ് ദ ബാക്ക് ബോൺ ഓഫ് ദ ഫിലിം ഈസ് ഡെഫിനറ്റ്ലി അക്ഷയ് ഖന്ന ആസ് റഹ്മാൻ ഡെക്കേറ്റ്. റഹ്മാൻ ഡെക്കേറ്റ് എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ, ഈ സിനിമ റിയൽ ലൈഫിൽ ഇൻസിഡൻറ്റ് സ്റ്റോറിയും ബേസ് ചെയ്തിട്ടുള്ള കാര്യത്തിന് കൊമേഴ്ഷ്യലൈസ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ റഹ്മാൻ ഡെക്കേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ വലിയ ജനോസൈഡിലൊക്കെ ഓർഗനൈസ് ചെയ്തൊരു പാകിസ്ഥാനി ഗ്യാങ് ലീഡറാണ്. സോ അത്രയും ഇന്ത്യക്കാർക്ക് വെറുപ്പുള്ള ഒരു ക്യാരക്ടറിനെയാണ് ഇപ്പോൾ ഇന്ത്യക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന് കാരണം ഇയാൾ ആ എജ്ജാതി രീതിയിലാണ് ഒരു ക്യാരക്ടറിനെ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ആ എൻട്രി ഒക്കെ ഉണ്ടല്ലോ, ഇയാൾ റീ എൻട്രി ഉണ്ട് നമ്മുടെ ആനിമൽ സിനിമയിൽ ബോബി ഡിയോളിൻ്റെ ജമ്മൽ കുടു പാട്ടൊക്കെ വെച്ചിട്ട് ഒരു എൻട്രി ഇല്ല, അതുപോലെ ഇയാൾക്കൊരു റീ എൻട്രി ഉണ്ട് ഒരു പാട്ടൊക്കെ വെച്ചിട്ട്. പാട്ട് ഇപ്പോൾ ഓൾറെഡി ട്രെൻഡിങ് ആണ്. എജ്ജാതി പാട്ട്, എജ്ജാതി ഡാൻസ്, അയാളെ എജ്ജാതി ഓറ, അത് ആ സീന് കാണാൻ തന്നെ നിങ്ങൾക്ക് സിനിമക്ക് പോവാം. സോ ഓറ ഖന്ന ഹാസ് തൂക്കിയത് ഈ സിനിമ, ഓറ ഖന്ന തൂക്കിയ സിനിമ. പിന്നെ നമുക്ക് ബാക്കി കാസ്റ്റിലേക്ക് വരുമ്പോൾ രൺവീർ സിംഗ് നമ്മുടെ മെയിൻ നായകൻ, എജ്ജാതി
ഈ സ്ക്രീനിൻ്റെ പുറത്ത് ഇയാൾ എന്തൊക്കെ കോമാളിത്തരം കാണിച്ചാലും പടം തുടങ്ങി കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ സിനിമക്കകത്ത് ഇയാൾ വേറെ ലെവലാണ്. ഒരു കൺട്രോൾഡ് ആക്ടിങ് വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു റോളാണ് ഈ സിനിമയിൽ പുള്ളിക്കാരന് കിട്ടിയത്. ഹംസ എന്ന് പറയുന്ന ഒരു റോളാണ് പുള്ളിക്കാരന് കിട്ടിയത്. അത് അതിൻ്റെ ഒരു ബെസ്റ്റ് രീതി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫിസിക്ക്, ആ ഒരു ഡൈനോസർ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യണം, ആ റഫ് ടച്ച് ആയിട്ടുള്ള ആ ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യണം, ആ ഒരു ബോഡി, ആ ഒരു ഹെയർ, ഇതൊക്കെ വെച്ചിട്ട് അതൊക്കെ പുള്ളിക്കാരൻ ഡെഡിക്കേഷനും വേറെ ലെവൽ, ആക്ഷൻ സീനൊക്കെ വേറെ ലെവൽ. ഹി ഡിസേർവ്സ് മോർ ആക്ഷൻ മൂവീസ് എന്നാണ് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ആക്ടിങ്ങിനും ഒരു പൊടിക്ക് മുകളിലേക്കും താഴേക്കും പോകാണ്ടുള്ള കൺട്രോൾഡ് ആക്ടിങ് ആണ് ചെയ്തും വെച്ചത്. അപ്പോൾ സ്ക്രീനിൻ്റെ പുറത്ത് എന്ത് ആയിക്കോട്ടെ, പക്ഷേ സിനിമയിലേക്കൊരു കിടിലൻ റോള് കിട്ടി കഴിഞ്ഞാൽ രൺവീർ സിംഗ് അങ്ങ് വേറെ ലെവലാണ്. പിന്നെ നമ്മുടെ ആർ മാധവൻ ഉണ്ട്. ആർ മാധവനൊന്നും കണ്ടാൽ പോലും മനസ്സിലാവില്ല. ഈ പച്ചை നിറമേ പാടിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബോയ് ആയിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിലും ഇതിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ വേറെ തന്നെ ഒരു ക്യാരക്ടറിലേക്കുള്ളൊരു പര്യായ പ്രവേശനം നടത്തി കഴിഞ്ഞു. നമുക്ക് മാധവനായിട്ടേ കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രീതി. മാധവനും സോ ബാഡാസ്. പിന്നെ സഞ്ജയ് ദത്ത്, സഞ്ജു ബാബ വന്ന് തൂക്കിയിട്ടുണ്ട്. ഉള്ള നേരം കുറച്ചാണെങ്കിൽ അറിയാലോ പുള്ളിക്കാരൻ്റെ റേഞ്ച്. പുള്ളിക്കാരൻ ടൈലർ മെയ്ഡ് ആയത് പുള്ളിക്കാരൻ്റെ റിയൽ ഒരു സെൽഫിനെ അഴിഞ്ഞാടാനുള്ള രീതിയിലുള്ള റോളാണ് കിട്ടിയത്. SP ചൗധരി അസ്ലാം അങ്ങനത്തെ പേരുള്ള. സോ അതൊരു റിയൽ ലൈഫ് ക്യാരക്ടറാണ്. സോ അത് പുള്ളിയുടെ ഒരു വൈബിൽ അങ്ങ് ചെയ്തിട്ടുണ്ട്. എൻട്രി തന്നെ വേറെ ലെവലാണ്. ഹവാ ഹവ എന്നുള്ള പാട്ടൊക്കെ വെച്ചിട്ട് വരുമ്പം തന്നെ വേറെ വൈബാണ്. ഹവാ ഹവ പറഞ്ഞപ്പോഴാണ് സിനിമയിലെ സോങ്സിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയണം. കാരണം ശാശ്വത് സച്ദേവ് മ്യൂസിക് ഡയറക്ടർ വേറെ ലെവലിൽ തീ കൊളുത്തിയിട്ടുണ്ട്. ഈ സിനിമയിലെ സോൾ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ശാശ്വത് സച്ദേവിൻ്റെ മ്യൂസിക് വർക്കാണ്. അജാതി സാധനമാണ് അയാൾ പണി വെച്ചത്. സൗണ്ട് ഡിസൈൻ ആവട്ടെ, ഇയാൾ ചെയ്ത പാട്ടുകളാവട്ടെ, ആ പാട്ടുകളെ മനോഹാരിതയിൽ പോയിട്ട് BGM, പിന്നെ ഇയാൾ ഞാൻ പറഞ്ഞ നേരത്തെ ഹവാ ഹവ കുറച്ച് റെട്രോ സോങ്സ് ഒക്കെ പിക്ക് ചെയ്ത് അതൊക്കെ പ്ലേസ് ചെയ്ത രീതിയും, ഈ ഡോൾബീൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിനകത്ത് ഇങ്ങനെ കേൾക്കുമ്പം ആ സീൻ, അതിന് ആപ്റ്റായ സീനിനൊപ്പം ആ ബിഗ് സ്ക്രീനിൽ കാണും കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ആ സോ ഹൈ. ഇപ്പോൾ ഹവാ ഹവ മാത്രമല്ല, മോണിക്ക ഓ മൈ ഡാർലിംഗ്, പിന്നെ റംബാ ഹോ ഹോ, അങ്ങനെ കുറേ പാട്ടുകൾ, ക്ലാസിക് റെട്രോ ബോളിവുഡ് പാട്ടൊക്കെ അവർ റീമിക്സ് ചെയ്തിട്ടും അല്ലാണ്ട് ഇതിന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേസ്മെൻ്റൊക്കെ വേറെ ലെവൽ. അതിനൊക്കെ തിയേറ്ററിൽ തന്നെ പോകണം നിങ്ങൾ വൈബ് ചെയ്യാൻ. എല്ലാവരും വൈബ് ചെയ്യണം. എൻ്റെ എടുത്തുനിന്ന് സിനിമ കാണുന്നവരൊക്കെ സീനൊക്കെ വരുമ്പോൾ വൈബ് ചെയ്യണം. ഓരോ പാട്ടും എനിക്ക് ഓൾറെഡി എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇപ്പോൾ ലൂപ്പായി കേൾക്കുന്നുണ്ട്. ഇഷ്ക് ജലാക്കർ എന്ന് പറയുന്ന ഒരു ക്ലാസിക് സാധനമാണ്. അത് തിയേറ്ററിൻ്റെ ട്രെയിലർ വന്നപ്പോഴേ അതിൻ്റെ എൻഡിൽ ആ ഇത് പ്ലേ ചെയ്തപ്പോഴേ അത് ലൂപ്പിൽ ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാൽ 2 ദിവസം മുന്നേ തിയേറ്ററിന് അത് ഡോൾബിയിൽ കേട്ടപ്പം മുന്നേ അങ്ങ് മുഴുകിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഇത് ഹനുമാൻ കൈൻഡും ഒരു ദുരന്തറിൻ്റെ ഒരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ട്. അതൊക്കെ എജാതി സാധനം. ആ ബീറ്റൊക്കെ അങ്ങനെ നമ്മളൊക്കെ അത് ട്രംബിൾ ചെയ്യും. ലിറ്ററലി എല്ലാ സോങ്സും കിടിലനായിട്ടുണ്ട്. അത് കുറേ പഞ്ചാബി സോങ്, മറ്റേ ദിൽജീത്തിൻ്റെ സോങ് ഉണ്ട്. പിന്നെ രൺവീർ സിംഗിൻ്റെ കല്യാണത്തിനൊരു ഐറ്റം സോങ് അല്ല, അതുപോലെ ഒരു സാധനം ഉണ്ട്, ഒക്കെ കിടിലൻ. പിന്നെ അർജിത് സിംഗിൻ്റെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്. എന്ത് മനോഹര, എന്ത് നല്ല ലിറിക്സ്, എന്ത് സൂതിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. ശാശ്വത് സച്ദേവിനെ പണ്ടേ ഞാൻ വർക്കിൻ്റെ വലിയൊരു ഫാനാണ്. ഈ റീസെൻറ്റ് വർക്ക് ഇൻ ബാസ്റ്റാർഡ്സ് ഓഫ് ബോളിവുഡ് ഓൾസോ ഇംപ്രസ്ഡ് മീ. അപ്പം ശാശ്വത് സച്ദേവ് വേറെ ലെവൽ. പിന്നെ ബാക്ക് ടു നമ്മുടെ ആക്ടിങ്ങിലേക്ക് വരുമ്പം അർജുൻ രാംപാലും ഇതിലൊരു വില്ലൻ റോൾ ചെയ്യുന്നുണ്ട്. ഉള്ള നേരം ടെറിഫൈഡ് ആക്കിയിട്ട് തന്നെ വിട്ടിട്ടുണ്ട്. കാരണം അടുത്ത പാർട്ടിലാണ് അർജുൻ രാംപാൽ മെയിനായിട്ട് വരിക. കാരണം ഈ സിനിമയിലെ മെയിൻ വില്ലൻ അക്ഷയ് ഖന്നയാണ്. പക്ഷേ അടുത്ത പാർട്ടിലേക്ക് വരുമ്പോൾ രൺവീർ സിംഗ് വേഴ്സസ് അർജുൻ രാംപാൽ. പക്ഷേ ഉള്ള നേരത്തോളം അയാൾ എത്രത്തോളം ഈ സിനിമയിലെ തന്നെ ഏറ്റവും കോൾഡ് ബ്ലഡഡ് ആൻഡ് വയലന്റ് നേച്ചറുള്ള മനുഷ്യനാണെന്നുള്ള ഹിന്റ് തന്നുകൊണ്ടാണ് പടത്തിൽ പുള്ളിക്കാരൻ പ്രസൻറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ഹിന്റ് നമ്മുടെ മറ്റേ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ ഒരു ടോർച്ചറിങ് സീൻ, അത് ഈ സിനിമയിലും ഉണ്ട്. സോ ഐ ആം സോ എക്സൈറ്റഡ് ഫോർ അർജുൻ രാംപാൽ വേഴ്സസ് രൺവീർ സിംഗ് പാർട്ട് 2. പിന്നെ സാറ അർജുൻ, നമ്മുടെ ആൺമരിയ കൽപ്പിനാണ് സിനിമയിലെ ആ കുട്ടി. 19 വയസ്സേ ഉള്ളൂ. രൺവീർ സിംഗ് 40 വയസ്സുണ്ട്. കുറേ കോൺട്രവേഴ്സി ഉണ്ട് ഇവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പിൻ്റെ, റൊമാൻസിൻ്റെയും ഒക്കെ പറ്റിയിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത് വെരി ഗുഡ്. കാരണം അവരുടെ കെമിസ്ട്രി, അവരുടെ ക്യാരക്ടർ എഴുതിയ രീതി, അവരുടെ കോമ്പിനേഷൻ സീൻസ്, അതൊക്കെ വളരെ പ്യുവറാണ്, വളരെ ഒരു സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്. അതേപോലെ ഒരു നോൺ സെക്ഷലൈസ്ഡ് രീതിയിലും കൂടി ആയതുകൊണ്ട് അത് കൺവേ ആയിട്ടുണ്ട്, അത് കൺവിൻസ് ആയിട്ടുണ്ട് എനിക്ക്. കാരണം സ്റ്റോറിക്ക് ആവശ്യമുണ്ട്, ക്യാരക്ടേഴ്സിനും ആവശ്യമുണ്ട് ഈ ഒരു റൊമാൻറ്റിക് ഇത്. പിന്നെ ഏജ് ഗ്യാപ്പിനെ പറയുമ്പോൾ പാകിസ്ഥാനിൽ ആ ടൈമിലൊക്കെ ഏകദേശം ഇത്രയും ഏജ് ഗ്യാപ്പിലുള്ള മാരേജൊക്കെ നോർമലായിരുന്നു. സോ കൺവിൻസിങ് ആയ രീതിയിലാണ് നടത്തിയത്. ആൻഡ് ഐ തിങ്ക് സെക്കൻഡ് പാർട്ടിലും ഇതിൽ അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സെൻസ് ചെയ്യുന്നു. സോ അത് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഈ ഒരു റൊമാൻറ്റിക് ട്രാക്ക് സിനിമയെ ബാക്കോട്ട് വലിക്കുന്നതായി തോന്നിയില്ല. കാരണം അത്രത്തോളം എൻഗേജിങ് ആയിട്ടാണ് ഈ സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിൻ്റെ എയർ സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് എയർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയെ നിങ്ങൾ പ്രോപ്പറായിട്ട് എയർ സർട്ടിഫിക്കറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? മെയിനായിട്ട്
വയലൻസിനാണ് എ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, പിന്നെ തെറികൾക്കും. വയലൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഇറങ്ങുന്ന ആ ബാഗി 4 ഒക്കെ കണ്ടില്ലേ, വയലൻസ് കാണിക്കാനായിട്ട് ഫ്രൂട്ട് നിഞ്ച പോലെ കുറേ CGI ഗ്രാഫിക്സ് ബ്ലഡൊക്കെ തെറിപ്പിച്ചിട്ട് ഇവർ അതിനായി തന്നെ ഒരു സിനിമ ഇറക്കുകയാണ്. പക്ഷേ ഒരു സിനിമക്ക് വയലൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു കൺവിൻസിങ് ആയിട്ട് വയലൻസ് കാണുന്ന ആൾക്ക് തോന്നണം, അങ്ങനത്തെ രീതിയിലാണ് ഈ സിനിമയിൽ വയലൻസ് ഇവർ കാണിച്ചത്. അതും ഏറ്റവും റിയലിസ്റ്റിക്കും ഏറ്റവും ബ്രൂട്ടലും ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ വയലൻസിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരിക്കലും അത് നിങ്ങൾക്ക് CGI ബ്ലഡ് ആയിട്ട് അങ്ങനെയൊന്നും തോന്നില്ല, കാരണം അത്രത്തോളം ഒരു ഒതൻറ്റിക് ഫീൽ ആ വയലൻസിന് തന്നെ ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു വയലൻസ് സീൻസൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പലതും വന്നത്. അപ്പോൾ അതും കൂടി ആയപ്പോൾ ആ വയലൻസൊക്കെ വന്നപ്പോൾ കിട്ടിയ കിക്ക് വേറെ തന്നെയാണ്. അത് കിട്ടുന്ന രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്തതും. ആൻഡ് വയലൻസിനായിട്ട് എടുത്തൊരു സിനിമയല്ല, അതുകൊണ്ട് അത് മറ്റൊരു പ്ലസ് പോയിൻറ്റ്. പിന്നെ തെറിവിളി ഓഫ് കോഴ്സ് നമ്മളും അവരെ ഒപ്പം വിളിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ ചിരിച്ചു പോകും ചില തെറിവിളിയൊക്കെ കേൾക്കുമ്പോൾ. ഗാണ്ടു ബോസടിക്കുക എന്നൊക്കെ അവർ ഇതിലായി മെയിൻ ലീഡ്സ് പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളായിട്ട് തന്നെ അതിനൊപ്പം അങ്ങ് നമ്മളും പറഞ്ഞു പോകുന്നില്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഞാനും കുറേ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. ഇതിൽ സഞ്ജയ് ദത്തിൻ്റെയൊക്കെ സീനൊക്കെ വരുമ്പോൾ കുറേ ഉണ്ടോ അതിൻ്റെ തെറിയൊക്കെ വരുന്നത്. സോ അതൊക്കെ കിടിലനായിട്ട് എക്സ്പീരിയൻസിന് വേണ്ട രീതിയിൽ തന്നെയാണ് ഈ തെറിവിളിയും സ്റ്റോറിക്ക് വേണ്ട രീതിയിൽ തന്നെയാണ് ഈ വയലൻസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തത്. ആൻഡ് ആ ഒരു ഏരിയയിലും ദുരന്തർ ഗെറ്റ്സ് ഫുൾ മാർക്ക്. പിന്നെ വീണ്ടും പറയുകയാണ്, സ്പൈ പടം എന്ന് പറഞ്ഞാൽ ഇതാണ് സ്പൈ പടം. കാരണം ഈ ഇന്ത്യയിലെ റോ ഏജൻറ്റിനെ പാകിസ്ഥാനിലെ ISA ഫീമെയിൽ ഏജൻറ്റുമായിട്ട് അവർ തമ്മിൽ റൊമാൻസ് ചെയ്യാനും മോൾഡീവ്സിലും ബീച്ചിലും പോയി ബിക്കിനി ഷൂട്ടിങ് ചെയ്യുന്ന യശ്രാജ് ഫിലിംസിൻ്റെ സ്പൈ യൂണിവേഴ്സൊക്കെ ഇത് കണ്ടു പഠിക്കുകയാണ്. ഇതാണ് സ്പൈ യൂണിവേഴ്സ്. ഇത്രത്തോളം ഗ്രൗണ്ടഡ്, ഇത്രത്തോളം ഗ്രിപ്പിങ്, ഇത്രത്തോളം റോ ആൻഡ് നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു സ്പൈ പടം അല്ലെങ്കിൽ റിയൽ ലൈഫിലെ സ്പൈ ഇൻസിഡൻസിനെയൊക്കെ വെച്ചൊരു സിനിമ ഇറക്കാമെന്ന് ഇത് കണ്ടു പഠിക്കണം. അത്രത്തോളം കാണുന്ന പ്രേക്ഷകനും ആ ഒരു പെയിൻ ഒരു സഫറിങ് ഒക്കെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫീലാവും. അത്രയും മനോഹരമായിട്ടാണ് ഇവരെ കാണിച്ചത്. അത് എസ്പെഷ്യലി നമ്മുടെ രൺവീർ സിങ്ങിൻ്റെ ക്യാരക്ടർ ആക്ച്വലി ഒരു ഹിന്ദു ക്യാരക്ടറാണ്. പുള്ളിക്കാരനെ ദുരന്തർ എന്ന് പറഞ്ഞ ഒരു മിഷൻ ൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ ചേർന്നിട്ട് അവിടുന്ന് അവരെ ബിട്രേ ചെയ്തിട്ട് അവിടെ പോയി അടിക്കുക. നമ്മൾ പുലീൻ്റെ മടയിൽ കയറി കൊല്ലണമെന്ന് മറ്റേ മുരുകൻ പറയില്ല, അതുപോലെ തന്നെ പുലീനെ മടയിലേക്ക് നമ്മുടെ R മാധവൻ്റെ ക്യാരക്ടർ നമ്മുടെ രൺവീർ സിങ്ങിൻ്റെ ക്യാരക്ടറിനെ വിടുന്നതാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്. പിന്നെ അവിടെ നടക്കുന്ന ഇൻസിഡൻസും. അപ്പോൾ അങ്ങനെ വിടുന്ന ഒരാളാണ് രൺവീർ സിംഗ്. സോ രൺവീർ സിംഗ് എങ്ങനെ അവിടെ എത്തിച്ചെത്തുന്നു, എങ്ങനെ ഈ ദുരന്തർ മിഷനിലെത്തി എന്നൊക്കെ നമുക്ക് സീക്വലിലോ മനസ്സിലാവും. സോ ആ സീക്വലിന് വളരെ വെയിറ്റിംഗ് ആണ്. അങ്ങനത്തെ രീതിയിലാണ് അവർ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് എൻഡും ചെയ്തത്. സോ ഈ രൺവീർ സിംഗ് അവിടെ എത്തിയിട്ട് അക്ഷയ് ഖന്ന ഇത് റഹ്മാൻ ഡക്കീർ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഗ്യാങ്ങിലെത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ അനുഭവിക്കേണ്ട ടോർച്ചറും പരിപാടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു പെയിൻ ഫീലാവും. ഇങ്ങനെയാണ് റോ ആയിട്ടൊരു സ്പൈ ഈ കഥ ആവിഷ്കരിക്കേണ്ടതെന്ന് ഇത് കണ്ട് മനസ്സിലാക്കുക നിങ്ങൾ. സോ പിന്നെ നമ്മുടെ 3.35 ഈ 2 മണിക്കൂർ പടങ്ങൾ 8 മണിക്കൂർ ഫീൽ ചെയ്യുന്ന ഈ ഒരു കാലത്ത് 3 മണിക്കൂറിൻ്റെ പടം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ 2 മണിക്കൂറൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും സീറ്റിൽ നിന്ന് നമ്മളെ ഗ്ലൂ ചെയ്ത് വെച്ച സ്ക്രീനിൽ കണ്ടെടുക്കാത്ത രീതിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് അതാണ് ഏറ്റവും കയ്യടി ഇതിന് അർഹിക്കുന്നൊരു പോയിന്റ്. സോ ഈ എല്ലാ ഇതും ഇതിൻ്റെ എല്ലാത്തിനും മേലെയായിട്ട് ചെറിയൊന്ന ടോപ്പ് പറയുന്നത് പോലെ തന്നെ ഒരു സെക്സി തിയേറ്റർ എക്സ്പീരിയൻസും ആയതുകൊണ്ട് തന്നെ ദുരന്തർ ഈസ് ഈസിലി വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് ഇന്ത്യൻ ഫിലിംസ് ഐ സോ ദിസ് ഇയർ ആൻഡ് ഐ ഹാഡ് ദിസ് ഇയർ. ആൻഡ് ദിസ് ഈസ് സോ മാൻ, ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണേ, അല്ലാണ്ട് OTT ഒന്ന് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് പ്ലീസ് ഗൈസ്, ഐ കൈൻഡ്ലി റിക്വസ്റ്റ്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദുരന്തർ. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു റിവ്യൂ ആയിട്ട് പ്രോബബ്ലി ഫോർ അവതാർ ഫയർ ആൻഡ് ആഷ് ആയിരിക്കും കാണുന്നവരെ. ഇറ്റ്സ് മീ ജോൺ ഫ്ലെക്സ് സൈനിങ് ഓഫ് ഫ്രം